വെൽക്കം ടു നെക്സ്റ്റ് ഒരീന ടോക്സ്. ഇന്ന് പ്ലൂറിബസിൻ്റെ എപ്പിസോഡ് 6 ആയ HDPനെ പറ്റിയാണ് സംസാരിക്കുന്നത്. HDPയുടെ ഫുൾ ഫോം തന്നെ ഹ്യൂമൻ ഡിറൈവ്ഡ് പ്രോട്ടീൻ. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ കരോളിൻ ഒരു വെയർ ഹൗസിൽ പോകുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടിട്ടാണല്ലോ അവസാനിക്കുന്നത്. അത് ഹ്യൂമൻ്റെ ബോഡിയാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഹൈ മൈൻഡഡ് പീപ്പിൾ ഉപയോഗിക്കുന്ന മിൽക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആ ക്രിസ്റ്റലൈൻ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ രഹസ്യം കരോളിൻ അപ്പോൾ തന്നെ ക്യാമറയിൽ പകർത്തുകയും അത് ബാക്കിയുള്ള അതർ ടോൾസിനെ അയച്ചു കൊടുക്കാൻ പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആയത് കാരണം കരോളിൻ നേരിട്ട് തന്നെ 12 പേരിൽ ഒരാളെ അറിയിക്കാൻ തീരുമാനിക്കുന്നു. അത് നമ്മുടെ ലാസ് വെഗാസിലുള്ള ഡിബറ്റേനെയാണ് പുള്ളിക്കാരത്തി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കരോളിൻ ലാസ് വെഗാസിലേക്ക് പോവുകയാണ്. ലാസ് വെഗാസിൽ ഡിബറ്റെ ഒരു ആഡംബര ജീവിതമാണ് ഹൈ മൈൻഡഡ് പീപ്പിളിനോടൊപ്പം നടത്തുന്നത്. ഹൈ മൈൻഡഡ് പീപ്പിൾ ഡിബറ്റിൻ്റെ ലൈഫിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്യാരക്ടേഴ്സായിട്ട്. അയാൾ അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കരോളിൻ ഡിബറ്റിനെ കാണുന്നു. അപ്പോൾ ഡിബറ്റിന് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ ഹൈ മൈൻഡഡ് പീപ്പിൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതായത് ഇവർ ഉപയോഗിക്കുന്ന മിൽക്ക് പ്രൊഡക്റ്റിൽ മനുഷ്യ ശരീരം ഉണ്ടെന്നുള്ളതും, അതായത് ഈ ഹ്യൂമൻ ഡിറൈവ്ഡ് പ്രോട്ടീൻ അവർ ഉപയോഗിക്കുന്നുണ്ടെന്നും ഓൾറെഡി ഡിബറ്റയ്ക്ക് അറിയാമായിരുന്നു. അതുകൂടാതെ വേറൊരു രഹസ്യം കൂടി കരോളിനോട് ഡിബറ്റെ വെളിപ്പെടുത്തുന്നു. അതായത് ഈ അതർ 12 വേണമെങ്കിൽ ജോയിൻ്റെ ഒപ്പം ചേരാം, പക്ഷേ അത് അവരുടെ സമ്മതത്തോടുകൂടി മാത്രമേ ചേരാൻ പറ്റുള്ളൂ. അതായത് ഒരു സ്റ്റെം സെല്ലിലൂടെ ഈ വൈറസിനെ ബാക്കി 12 ആൾക്കാരിലേക്കും എത്തിക്കാൻ ഹൈ മൈൻഡഡ് പീപ്പിളിന് കഴിയും. പക്ഷേ ബാക്കി 12 പേരും ഇത് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം, ഓരോ വ്യക്തികളുടെയും സമ്മതത്തോടു കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ള പുതിയൊരു വിവരവും ഡിബറ്റയിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷേ ഡിബറ്റയുടെ ഈ ആഡംബര ജീവിതം കൂടാതെ ഈ എപ്പിസോഡിലെ മറ്റൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഹൈ മൈൻഡഡ് പീപ്പിളായിട്ട് ജോൺ സീന വരുന്നു എന്നുള്ളതാണ്. ജോൺ സീനയുടെ വീഡിയോ അവതരണത്തിലൂടെയാണ് ഹൈ മൈൻഡഡ് പീപ്പിളിൻ്റെ വേർഷൻ കരോളിനെ കാണിക്കുന്നത്. അതായത് HDP അവർ ഉപയോഗിക്കുന്നത്, അവരൊരു സസ്യങ്ങളെപ്പോലും നോവിക്കാത്തവരാണ് ഇവർ. ഒരു വർഷം അല്ലെങ്കിൽ ഒരു ദിവസം കുറേ ആളുകൾ അപകടത്തിലൂടെയും അല്ലാതെയും മരിക്കുന്നു. അവരുടെ ശരീരഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇവർ ഇതുണ്ടാക്കുന്നതിനുള്ള വേർഷൻ ജോൺ സീനയാണ് കരോളിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഡിബറ്റിൻ്റെ വിശദീകരണം എല്ലാം കേട്ട് മനന്നൊന്ന് കരോളിൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പരാഗയിലുള്ള വ്യക്തി പുള്ളിക്കാരന് കരോൾ അയച്ച വീഡിയോ ക്ലിപ്പിൻ്റെ കവറ് ലഭിക്കുകയും പുള്ളി അത് പരിശോധിക്കുകയും പുള്ളി അതിൽ നിന്ന് മനസ്സിലാക്കുന്നു തന്നെ പോലെ തന്നെ ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് കരോളിൽ നിന്നും. അങ്ങനെ പുള്ളിയുടെ ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുള്ളി കരോളിനെ അന്വേഷിച്ച് പോകുന്നിടത്താണ് എപ്പിസോഡ് 6ൻ്റെ അവസാനം.